കേരള സമൂഹം മറന്നുറങ്ങിയ ഒരു സംഭവത്തിന്റെ കരളലിയിപ്പിക്കുന്ന ഒരു രംഗമാണിത്. യുക്തിബോധമില്ലാതെ പ്രവർത്തിച്ച ഒരു കൂട്ടം ആൾക്കാരുടെ ക്രൂരപീഡനങ്ങൾക്കൊടുവിൽ തന്റെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്ന രഘു എന്ന ചെറുപ്പക്കാരന്റെ അമ്മയുടെ നിലവിളി. ഈ ശബ്ദം മലയാളിക്ക് അങ്ങനെ അങ്ങ് മറക്കാൻ കഴിയില്ല. സ്വന്തം മോതിരം പണയം വെച്ച് കിട്ടിയ 19,000 രൂപയുമായി പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറിയ രഘുവിനെ കള്ളൻ എന്നാരോപിച്ചാണ് മർദ്ദിച്ചത്. താൻ കള്ളനല്ല, മോഷ്ടിച്ചിട്ടില്ല എന്ന് പലതവണ ആവർത്തിച്ചിട്ടും ഭ്രാന്ത് പിടിച്ച ആ ആൾക്കൂട്ടം അയാളെ വെറുതെ വിട്ടില്ല. മർദ്ദനങ്ങൾക്കൊടുവിൽ ദയനീയമായി രഘു മരണത്തിന് കീഴടങ്ങി. അത്യാവശ്യം പണം കൂടുതൽ വേണം, ഇതിൽ എത്ര മാക്സിമം കൂടുതലിട്ടോ അത് എനിക്ക് എടുത്തു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചപ്പോൾ 1.5 പവനാണ് മുതൽ. അപ്പോൾ 19,000 രൂപ തരാമെന്ന് ബാങ്കുകാർ പറഞ്ഞു. 19,000 രൂപ എൻ്റെ തന്ന് ഞാൻ അവൻ്റെ കൊടുത്തു. രഘുവിന്റെ കയ്യിൽ 19,000 രൂപ ഉണ്ടായിരുന്നു എന്നതാണ് അന്ന് ശിക്ഷ നടപ്പാക്കിയ ആൾക്കാർ കണ്ടെത്തിയ കുറ്റം. യാഥാർത്ഥ്യം എന്തെന്നോ അത് അറിയാനോ ഉള്ള ശ്രമം അവർ നടത്തിയതുമില്ല. മലയാളിയുടെ സദാചാരബോധമെന്ന പ്രഹസനം ഇതിനു മുൻപേ തുടങ്ങിയിരുന്നു. പുറത്തു വന്നത് ചുരുക്കം ചില സംഭവങ്ങൾ മാത്രം. ആരാണ് ഈ സദാചാര പോലീസുകാർ? സദാചാര ചിന്തകളെ സംരക്ഷിക്കുന്നവരാണോ യഥാർത്ഥ സദാചാര പോലീസുകാർ? വാസ്തവത്തിൽ മോറൽ പോലീസിംഗ് എന്ന വാക്ക് തന്നെ അത് സ്വയം അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോലീസിംഗ് എന്ന വാക്കിന് അതായത് പോലീസിംഗ് എന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് വലിയൊരു സാമൂഹ്യ നീതിയുണ്ട്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് മോറൽ പോലീസിംഗ് എന്ന് വിളിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഒരുപക്ഷെ മാധ്യമങ്ങൾ അതിനെ വളരെ അപഹസിച്ചായിരിക്കും ഒരുപക്ഷെ വാക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നത്. പക്ഷെ സംഭവിക്കുന്നത് ആ ഒരു പദം ഒരു ഭാഗത്തെങ്കിലും വളരെ പെരിഫറലായിട്ടെങ്കിലും ഉപരിപ്ലവമായിട്ടെങ്കിലും ആശാസ്യമാണ് എന്ന ഒരു ചിന്ത ഒന്നാമത് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് മോറൽ പോലീസിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം കാണേണ്ട ഒരു വസ്തുത. മറ്റൊന്ന്, വല്ലാതെ കാലത്തെ പുറകോട്ടടിപ്പിക്കുന്നു എന്നുള്ളത്. മയ്യിൽ സ്വദേശികളായ ഹഫ്സത്തിനും ഭർത്താവ് നൌഷാദിനും ഈ സദാചാര സേനയുടെ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നത് അടുത്ത കാലത്താണ്. ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിൽ കാണിച്ച് മടങ്ങി വരുന്ന വഴിയാണ് മർദ്ദനം. നൌഷാദിനെ കണ്ടാൽ ഹിന്ദുവാണെന്ന് തോന്നുമെന്നും കൂടെയുള്ളത് ഭാര്യയല്ല എന്നും ആരോപിച്ചായിരുന്നു പീഡനം. മർദ്ദനത്തിൽ നിന്നും ഗർഭിണിയായ ഹഫ്സത്തിനെയും സദാചാരത്തിന്റെ കാവലാളുകൾ വെറുതെ വിട്ടില്ല. എൻ്റെ ഭർത്താവിനെ കാണാൻ ഹിന്ദുവിനെ പോലെയുണ്ട്, അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് നിങ്ങളെ ഭർത്താവല്ല എന്നെല്ലാം പറഞ്ഞിട്ട് അടിക്കിച്ച്. അത് എന്നെ പിടിച്ച് തള്ളിയെല്ലാം ചെയ്ത്. എനിക്ക് 5 മാസം ഞാൻ പ്രഗ്നൻ്റ്. അപ്പോൾ എന്തെങ്കിലും ഇതായിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ നടന്നിട്ടും കണ്ടുനിന്ന മാന്യന്മാർ പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല. പ്രതികരിക്കാൻ തയ്യാറാകാത്ത സമൂഹം എവിടെ എത്തി നിൽക്കുന്നു? നിസ്സഹായായ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ അവിടെ കിടന്ന് നിലവിളിക്കുന്ന സമയത്ത് ആളുകൾ ഇടപെട്ടില്ല എന്നുള്ളത് അവിടെയാണ് ഒരു വല്ലാത്തൊരു ദൗർഭാഗ്യമായിട്ട് തോന്നുന്നത്. ആരെങ്കിലും പോയിട്ട് അവരെ രക്ഷപ്പെടുത്തണ്ടേ? പോലീസ് അതിൽ ശക്തമായ നടപടികൾ എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിനനുസരിച്ച് നിൽക്കാനാവാത്ത ഇത്തരം ആളുകൾക്കെതിരായിട്ടുള്ള ഒരു തരം ജനകീയ ഇടപെടലുകൾ വരണം. ജനങ്ങളുടെ പ്രതിരോധം വരണം. അവരെ ഒരു അത്തരം ശക്തികളെ സാമൂഹ്യമായിട്ട് ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആളുകൾക്ക് ഒരു രാഷ്ട്രീയ സംരക്ഷണം കിട്ടാതിരിക്കണം. രാഷ്ട്രീയ സംരക്ഷണം കിട്ടുമ്പോഴാണ് അവർക്ക് നിയമം അവർക്കെതിരായിട്ട് നമ്മൾ എന്തു തന്നെ പറഞ്ഞാലും അവർക്കെതിരായിട്ട് നീങ്ങാതിരിക്കുന്നത്. ഇനിയുള്ള യാത്രകളിൽ ഒപ്പമുള്ളത് ഭാര്യയാണെന്ന് തെളിയിക്കാൻ സർട്ടിഫിക്കറ്റുകൾ കൈവശം വെക്കേണ്ടി വരുമോ? ഇത്തരം സദാചാരന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ അതാണോ ഏകമാർഗം? ഈ സ്ഥാനത്ത് സഹപ്രവർത്തകയോ സഹോദരിയോ മറ്റോ ആണെങ്കിൽ അവസ്ഥ ദയനീയമായിരിക്കും. വ്യക്തി സ്വാതന്ത്ര്യവും നിയമസംരക്ഷണവും ഉണ്ടെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം കപട സദാചാര ചിന്തകൾ ഉണ്ടാകുന്നത് പരിഹാസ്യം തന്നെ. ഈ ഒരു ഏർപ്പാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് പോലും അവർക്കും കണ്ടെത്താൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരും അതുപോലെ ലോക്കൽസായിട്ടുള്ള ആൾക്കാരും കൂടി ഒന്ന് ചേർന്ന് ഇതിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചേ പറ്റുള്ളൂ. ഇപ്പം നൈറ്റ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ കൂടെ ചിലപ്പം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വണ്ടി ഉണ്ടായെന്ന് വരത്തില്ല, ഒറ്റയ്ക്ക് പോകേണ്ടി വന്നാൽ ഉറപ്പായിട്ട് ആരെങ്കിലും നമ്മളെ സഹായിച്ചേ പറ്റത്തുള്ളൂ. ആ സമയത്ത് ഇപ്പോൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മളെ കൊണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലെ ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വേറെ എന്തോ കഴിഞ്ഞിട്ട് വരുവാണെന്ന് പറയുകയാണെങ്കിൽ
ഓൾറെഡി നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ ഇൻഫോസിസിൽ ജോലി ചെയ്യുകയായിരുന്ന തസ്നി ബാനുവിനെ സദാര പോലീസിൽ നിന്നും നേരിടേണ്ടി വന്നത് പീഡനം മാത്രമല്ല അപവാദവും കൂടിയാണ്. സന്ധ്യ കഴിഞ്ഞാൽ കേരളത്തിലെ നിരത്തുകൾ സ്ത്രീകൾക്ക് പേടി സ്വപ്നമാകാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാൽ ഇപ്പോൾ പകലും സുരക്ഷിതമല്ല എന്ന് കാണിക്കുന്ന സംഭവങ്ങളാണ് ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത്. ലിംഗനീതിയുടേതായ ലിംഗരാഷ്ട്രീയത്തിൻ്റെതായ സർവ്വനീതിയും അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സ്ത്രീയും പുരുഷനും ശത്രുക്കളല്ല, ആണും പെണ്ണും ശത്രുക്കളല്ല. ഒരുപക്ഷെ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ധാരണ ആണും പെണ്ണും ശത്രുക്കളാണെന്നുള്ളൊരു ബോധത്തിലേക്ക് വരികയും ആണും പെണ്ണുമുള്ള പാരസ്പര്യത്തെ, സൗഹൃദത്തെ, സാഹോദര്യത്തെ, അത്തരം ബന്ധങ്ങളെ ഒന്നും തന്നെ മനസ്സിലാക്കാതിരിക്കുകയും എല്ലാത്തരം സർഗാത്മകതകളെയും വാസ്തവത്തിൽ മനുഷ്യബന്ധങ്ങളുടെ, മനുഷ്യന്റെ പാരസ്പര്യത്തിന്റെ, മനുഷ്യന്റെ കൊടുക്കൽ വാങ്ങലിന്റെ ഏറ്റവും ഊഷ്മളമായ ബന്ധമാണ് ആൺപെൺ ബന്ധം എന്നുള്ളത്.